ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ചാനലിലെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകണമെന്നറിയോ? നമ്മൾ പോണത്, നിങ്ങളിൽ എത്ര ആൾ കണ്ടിട്ടുണ്ട് വാളയാർ ഡാം? അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാളയാർ ഡാമിലേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ വാളയാർ തന്നെയാണ് ഉള്ളത്. ഞാൻ ഏകദേശം ഒരാഴ്ചത്തോളമായിട്ട് ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കണം വാളയാർ ഡാം ഒന്ന് കാണണം പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇന്നാണ് സമയം ഒത്തു വന്നത്. അപ്പോൾ ഇതാണ് വാളയാർ ചെക്ക് പോസ്റ്റ് കേട്ടോ. ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് വാളയാർ ഡാം വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റിക്ക് ഒരു വഴിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കാണാനൊക്കെ പറ്റും. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയൊക്കെയാണ്. അത് കാരണം നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി വല്ല ഗുലുമാല ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ വാളയാർ ഡാമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഡാം, കണ്ട. ഞാനെന്തായാലും ഇറങ്ങിയിട്ട് എനിക്കൊന്ന് നേരെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാമിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് പോകാൻ പറ്റിയ അത്രയും പോവാട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു സൈഡ് മാത്രം കുറച്ച് മാത്രമേ കാണുള്ളൂ. പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോകണം. അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് നേരെ വണ്ണം കാണുകയൊക്കെ ചെയ്യാം. അവിടെ ചൂണ്ടക്കാരൊക്കെ ഉണ്ടാകുന്നുള്ള ഒരു ചെറിയൊരു ഡൗട്ടുണ്ട്. ചൂണ്ടയിടാണോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലാണെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ബാക്കിൽ വലിയൊരു വണ്ടി നിൽക്കുന്നത് കേട്ടോ. നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ മച്ചാന്മാരുതാ ഈ കാണുന്നതാണ് കേട്ടോ വാളയാർ ഡാം. നമുക്ക് ഈ ഒരു സൈഡ് മാത്രം നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ പോവുക, അണക്കെട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോവുക. അതിയൊക്കെ പോകണം പറഞ്ഞാൽ നമുക്ക് നേരെ അതിയെ പോയിട്ട് അപ്പുറത്ത് കൂടെ വഴിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. അവരവിടെ ചൂണ്ടയുടെ തന്നെയാണ്. പക്ഷേ ഇത്രയും വെള്ളമുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അങ്ങോട്ട് കിടന്നത് ആ പാൻ്റൊക്കെ നനി. ചൂണ്ടയിടാൻ വേണ്ടി വന്നിരിക്കുക തന്നെയാണ് കേട്ടോ. എവിടെയൊക്കെ ചൂണ്ടയിടാനൊക്കെ പറ്റും. ചൂണ്ടയിട്ട് മീൻ പിടിക്കണതൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ വലയൊക്കെ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ എന്തായാലും കേസൊക്കെ ആവും, അത് ഉറപ്പാണ്. സംഭവം അടിപൊളി ആയിരുന്നു കേട്ടോ. അതാ എല്ലാ ഡാമുകളിലും വന്നിട്ട് ചൂണ്ടയിട്ട് പിടിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ. അല്ലാണ്ട് കേസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വലയൊക്കെ ഇട്ട് മീൻ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് നല്ലൊരു ഫൈനും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കേസും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും പെട്ടെന്ന് ഇറങ്ങിയിട്ട് ഡാം കണ്ടിട്ടുണ്ട് പറഞ്ഞാൽ ചൂണ്ടയിടാൻ മീൻ പിടിക്കാമെന്നൊന്നും അതുകൊണ്ട് പെട്ടെന്ന് ആരും ഇറങ്ങരുത്. അതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തും. അപ്പോൾ അതാണ് വാളയാർ ഡാം കേട്ടോ. വാളയാർ ഡാമല്ല, വാളയാർ ഡാമിൻ്റെ ഒരു സൈഡ് കണ്ടില്ലേ, ഒരു മീൻ പിടിച്ചിട്ട് വരുന്നുണ്ട്. അവിടെ കുറേ ചപ്പ് ചോറൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഒരു മുണ്ട് ഷർട്ടൊക്കെ ഉണ്ട്. എന്താ സംഭവം ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്നുള്ളത്. ഇവളതാനാ കൊഞ്ചെന്നാ? ഓ, 2 കരിമീനില്ലേ? കരിമീനും ആ കിട്ടിയിരിക്കുന്നത് 2 മീനാണ്. ഒരു കരിമീനും ഒരു സിലേപ്പി മീനോടെ കിട്ടിയിട്ടുള്ളത് കേട്ടാ. இவ்வளவுதானா அண்ணா கிடைச்சது? வேற பெரிய மீன்லயும் கிடைக்கலையா? எனக்கு இதுக்கே ஒரு அப்புறக்கே வலிக்கணும். சுத்தமாக 15 பேரா இதே கிடைக்க மாட்டேங்குது. നല്ല ഡോസാണെന്നാ തോന്നുന്ന സംഭവം. டேமுக்கு போனா இப்போ உங்களுக்கு என்ன வேணும்னு சொல்லுங்க. நாங்க എന്തായാലും എന്താ രണ്ടുപേരും മീൻ പിടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും നല്ല പൂസാണ്. അടുത്ത് കിറങ്ങിയിട്ടാണ് വന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. 2 മീൻ കിട്ടിയിട്ടുണ്ട്. 2 ചെറിയ ചെറിയ മീനാണ് കേട്ടോ. ഒരു കരിമീനുണ്ട്, ഒരു സിലേപ്പി ഉണ്ട്. അതുകൊണ്ട് ആ പോകുന്നുണ്ട്. എന്തായാലും അടിപൊളി. പിന്നെ അതാ ഈ സൈഡില്ലേ, ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വേണ്ട, ഇത് മൊത്തം തേക്കിൻ കാടാണ് കേട്ടോ. അത് മൊത്തം തേക്കാണ്. ഈ വെട്ടിയിട്ടിരിക്കുന്നത് മുഴുവൻ തേക്കാണ്. ഇഷ്ടംപോലെ ഉണ്ട് സംഭവം. അതിൻ്റെ അടുത്ത് ഡാം. നമുക്കിനി പിന്നൊരു ദിവസം നമുക്ക് ഡാമിലേക്ക്
അതായത് നമുക്ക് ഡാമിൻ്റെ അണക്കെട്ടിൻ്റെ അവിടേക്ക് പോവാം. അണക്കെട്ടിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, കണ്ടില്ല ഗൈസ്. അപ്പോൾ ഇതാണ് വാളയാർ ഡാം. അവിടെ മീൻ പിടിക്കാൻ വന്നേരം അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവരെന്തായാലും നല്ല വാറാണ്, സംഭവം അടിപൊളി. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ആ സൈഡിൽ കൂടെയൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ അണക്കെട്ടിൻ്റെ ആ സൈഡിലേക്കൊക്കെ പോകാൻ പറ്റും. ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് വളരെ നമ്മൾ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഒന്ന് പോയി എടുക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും 3-4 ദിവസം ഞാൻ ഈ വാളയാർ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക. അത് കൂടാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോയിൽ കാണാം. അവരിനെ കാണിക്കില്ല, കണ്ടാൽ ചിരി വരും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.